പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവം വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ദൈവം വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. 1 കൊരിന്തോസിലെ 6-ാം അധ്യായം 19-ാം വാക്യത്തിലും ഇതുതന്നെ പൗലോസ്ലീഹ ആവർത്തിക്കുന്നുണ്ട്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. 2 തവണ ആവർത്തിച്ച് പൗലോസ്ലീഹ കൊരിന്തോസുകാരോട് ഇത് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അവർ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി, അവരിൽ ദൈവസ്നേഹം കുടികൊള്ളുന്നുവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുന്നുവെന്നും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ആവർത്തിച്ച് അവരെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു പൗലോസ്ലീഹായെ നമ്മളവിടെ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, എന്നിൽ ദൈവം വസിക്കുന്നുണ്ടോ? ദൈവം വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കണം. ആ ദൈവത്തിൻ്റെ നിറവ് ഞാൻ അനുഭവിച്ചറിയണം. ആ നിറവിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം. എഫെസോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 2-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമല്ല, അത് ദൈവം നമുക്ക് ദാനമായി തന്നൊരു കഴിവാണ്. അതുകൊണ്ട് അതിലാരും അഹങ്കരിക്കേണ്ടതില്ല. അപ്പം വിശ്വാസം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ആരും അഹങ്കരിക്കേണ്ടതില്ല എന്ന് പൗലോസ്ലീഹ ഇവിടെ പഠിപ്പിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ വിശ്വാസം ദൈവം നമുക്ക് ദാനമായി നമ്മളിൽ നിക്ഷേപിച്ചതാണ്. ഇതെങ്ങനെയാണ് ഈ വിശ്വാസം ദൈവദാനമായി മാറുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചു വെക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ സൃഷ്ടിയെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്നേഹിക്കാനുള്ള, തന്നെ തേടാനുള്ള ഒരു അദമ്യമായ ആഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നുണ്ട് സൃഷ്ടിയുടെ ആദ്യ നിമിഷം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തെ തേടാനുള്ള ഒരു ആഗ്രഹം അവൻ്റെ മനസ്സിൽ അപ്പോൾ തന്നെ നിക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് മനുഷ്യനും ഒരു ദൈവാന്വേഷിയാണ്. അവൻ എന്തൊക്കെ പറഞ്ഞാലും, അവൻ യുക്തിവാദിയാണേലും, അവൻ ദൈവമില്ലാന്ന് തള്ളിപ്പറഞ്ഞ് നടന്നാലും, അവൻ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ കൂടെ നടന്നാലും, ദൈവമില്ലാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രസ്ഥാനം അവനെ പഠിപ്പിച്ചാലും, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം നിവേശിപ്പിച്ച ഈ ഒരു ആഗ്രഹം അവനിൽ എപ്പോഴും കിടപ്പുണ്ടാവും. അപ്പോൾ ഈ ദൈവാന്വേഷിയായ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച്, അവൻ ശരിയായ ദിശയിലാണ് ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ അവൻ ചെന്നെത്തുന്നത് എപ്പോഴും ആരുടെ അരികിലായിരിക്കും? യേശു ക്രിസ്തുവിൻ്റെ അരികിൽ. കാരണം അവനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ സ്നേഹം, ഈ ആഗ്രഹം അവൻ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ ദൈവത്തെ കണ്ടെത്തണം. ഈ ദൈവാന്വേഷിയായ മനുഷ്യൻ തൻ്റെ ദൈവത്തെ കണ്ടെത്തുമ്പോൾ അവൻ്റെ മുമ്പിൽ തന്നെ സമർപ്പിച്ച് കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ അവിടെ പറഞ്ഞു വെച്ചത്, വിശ്വാസം ഒരു ദാനമാണ്. ദൈവം നമ്മളിൽ ജന്മമെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ദൈവത്തെ തേടാനുള്ള ഒരാഗ്രഹം, ഇത് ദൈവാന്വേഷിയായ മനുഷ്യനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നു. ഈ ദൈവത്തെ കണ്ടെത്തുമ്പോൾ അവൻ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് തന്നെ കൊടുത്തുകൊണ്ട് അവന് കൊടുക്കുന്ന പ്രത്യുത്തരം അതാണ് വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ശരിയായ ദിശയിലാണ് ഒരു മനുഷ്യൻ അന്വേഷണം നടത്തുന്നെങ്കിൽ അവൻ ചെന്നെത്തുക ആരുടെ മുമ്പിലായിരിക്കും? ക്രിസ്തുവിൻ്റെ മുമ്പിൽ. കാരണം യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. 3-ാം അധ്യായം 16-ാമത്തെ വാക്യം എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവൻ ലോകത്തിലേക്ക് കടന്നു വന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത രക്ഷയിലേക്ക് നയിക്കാനാണ്. അപ്പോൾ ലോകത്തിലേക്ക് കടന്നു വന്ന രക്ഷകനെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അവൻ്റെ വിശ്വാസം പൂർണ്ണമാകുകയുള്ളൂ.
അതുകൊണ്ടാണ് മാലാഖമാർ യേശുവിൻ്റെ ജനനത്തെ ഒരു സദ്വാർത്തയായി ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതും മാലാഖമാർ അറിയിച്ചതും. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. സ്വർഗദൂത നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നോക്കണേ, ഈ യേശുവിൻ്റെ മുമ്പിൽ, സ്വർഗം അറിയിച്ച ഈ രക്ഷകൻ്റെ മുമ്പിൽ നമ്മൾ എന്ന് അന്വേഷണത്തോടെ എത്തിപ്പെടുന്നുവോ അവൻ്റെ മുമ്പിൽ തന്നെ സമർപ്പിച്ച് നമ്മൾ ഒന്നായിട്ട് തന്നെ തന്നെ അടിയറ വെച്ച് ഇതാ കർത്താവേ ഞാൻ എന്ന് പറയുമ്പോൾ നിന്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നീ കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് അയച്ച ദൈവപുത്രനെ അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞു. ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ ഈ രക്ഷകൻ ഇവനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ രക്ഷ ഈ ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം അവനുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് എന്നെ അടുപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ദൈവിക ദാനം, ഈ ദൈവിക സുഹൃതത്തെ ഞാൻ വളർത്തിയെടുക്കണം. അതെങ്ങനെ ഞാൻ വളർത്തിയെടുക്കുന്നത്? എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ വിശുദ്ധ വചനം വായനയിലൂടെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ, അടിക്കടി ഞാൻ കുമ്പസാരം നടത്തുന്നതിലൂടെ ഇതിങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ എൻ്റെ വിശ്വാസം നിലനിൽക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകുന്നതിനുള്ള കാരണം പലപ്പോഴും നമ്മൾ പിൻപോട്ട് പോകുന്നു. നമുക്കറിയാം, ഒരു പക്ഷേ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ, ഞാനൊരു വേദപാഠം അധ്യായനാണ്, അതുകൊണ്ട് ഞാൻ പറയാൻ പറ്റും. നമുക്കറിയാം, 1-ാം ക്ലാസ് തൊട്ടുള്ള പിള്ളേരിങ്ങനെ ലൈൻ നിർത്തി കഴിയുമ്പോഴാണ് പള്ളിയുടെ മുന്നിലാണ് നിൽക്കുക. ഒരു 11-ാം ക്ലാസ് 12-ാം ക്ലാസ് ആകുമ്പോഴത്തേന് ഉന്തി തള്ളി കയറ്റി നിർത്തേണ്ട ഒരു അവസരം വരുന്നത്. 12-ാം ക്ലാസ്സും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാലോ അവൻ പള്ളിയുടെ പുറത്ത് ചാടുന്ന അവസ്ഥയിലേക്ക് അതപ്പതിക്കുക ചെയ്യുന്നത്. ഈ വിശ്വാസം എൻ്റെ എവിടെ പോയി? നമ്മൾ പകർന്നു കൊടുക്കേണ്ട വിശ്വാസം, മാതാപിതാക്കളിലൂടെ പകർന്നു കൊടുക്കേണ്ട വിശ്വാസം, സഭയിലൂടെ അന്യൂനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിശ്വാസ പരിശീലനത്തോടെ അവന് കൊടുക്കുന്നത് എന്തുകൊണ്ട് ഇവനിലേക്ക് ആത്മാർത്ഥമായി കടന്നു വരുന്നില്ല? ഒരു തിന്മയുടെ ലോകത്തിൽ അവൻ ജീവിക്കുന്നത്. ചുറ്റും അവൻ കാണുന്ന തിന്മയാണ്. അതുകൊണ്ട് തന്നെ മറ്റു പലരും പറയുന്ന തിന്മയുടെ വാക്യങ്ങൾ അവൻ സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസത്തിലേക്കും ഈ വിശ്വാസത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മൂല കാരണക്കാർ നമ്മൾ പകർന്നു കൊടുത്തു തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ദൈവം വസിക്കുന്ന ആലയമാണ് എൻ്റെ ശരീരമെങ്കിൽ ആ ദൈവത്തോടൊരു സ്നേഹവും ഒരു കൂറും എനിക്കുണ്ടാകും. കാരണം എന്നിൽ ദൈവം വസിക്കുന്നു. കാരണം എന്താണ്? ഈ ദൈവിക ദാനം സൃഷ്ടിയിൽ തന്നെ എന്നിൽ നിക്ഷേപിച്ചതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. പൗലോസ്ലീഹ വീണ്ടും 2 കൊരിന്തോസിൽ 13-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. ഹല്ലേലൂയ. നമ്മൾ ഇന്നൊരു പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങുക. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ എന്നിട്ട് പൗലോസ്ലീഹ പറയുന്ന ഈ ഒരു കാര്യമാണ്. പരിശോധിക്കാനും പരീക്ഷിക്കാനും ഒക്കെ പറഞ്ഞിട്ട് പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമായില്ലേ? എന്നിട്ട് പൗലോസ്ലീഹ അതിന് അടിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഇല്ല എങ്കിൽ നീ പരീക്ഷയിൽ പരാജയപ്പെട്ടു, നീ നിന്റെ വിശ്വാസത്തിൽ പരാജയപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു ദിവസത്തിലെ ധ്യാന ക്ലാസ്സിൽ ഞാൻ ഈ കാര്യം ആൾക്കാരോട് ചോദിച്ചു, യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് ബോധ്യമുള്ളവരെന്ന് കരമുയർത്താൻ പറഞ്ഞു. ആ സമയത്ത് ധ്യാനത്തിൽ വന്നിരുന്ന മിക്കവാറും പേരും കരമുയർത്തി. കാരണം യേശു ഇല്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഞാനപ്പോൾ അവരോട് പറഞ്ഞു, അങ്ങനെ യേശു നിങ്ങളിലുണ്ടെങ്കിൽ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്നിലുണ്ട് എന്ന് പറഞ്ഞ് കരമുയർത്തിയ വ്യക്തികളോട് ഞാൻ പറഞ്ഞു, പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, യേശു നിങ്ങളിലുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നീ കാണുന്ന കണ്ണുകൊണ്ട് നീ കണ്ടത് പലതും യേശു കാണാൻ ഇഷ്ടപ്പെടുന്നതായിരുന്നോ? ആത്മശോധന ചെയ്യുക. നീ നിന്റെ കൈകൊണ്ട് ചെയ്ത പ്രവൃത്തികൾ പലതും യേശു ആഗ്രഹിച്ച പ്രവൃത്തിയായിരുന്നോ? നീ നിന്റെ നാവ് കൊണ്ട് വിളിച്ചു കൂക്കി നടന്ന പല കാര്യങ്ങളും യേശു ആഗ്രഹിച്ച പ്രവൃത്തിയായിരുന്നോ? നിന്നിൽ യേശു വസിക്കുന്നെങ്കിൽ നീ കണ്ടത് ശരിയായോ? നിന്നിൽ യേശു വസിക്കുന്നെങ്കിൽ നീ ചെയ്തത് ശരിയായോ? നിന്നിൽ യേശു വസിക്കുന്നെങ്കിൽ നീ പറഞ്ഞത് ശരിയായോ? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനിയും ബോധ്യമുള്ള ഒരു കരമുയർത്തട്ടെ, യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. സ്നേഹമുള്ളവരെ, അപ്പോഴാർക്കും കൈ ഉയർത്താനില്ല. നിങ്ങളിൽ പാപമില്ലാത്തവരെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ പലരും കല്ലിട്ടിട്ട് താഴെ പോയെന്ന് കല്ലിട്ട് തിരിച്ചു പോയെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ നിമിഷങ്ങളിൽ നമ്മൾ ആത്മശോധന ചെയ്യണം.
നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ട് എന്ന് പറയുമ്പോൾ, യേശുവിലുള്ള വിശ്വാസം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, എൻ്റെ പ്രവൃത്തികൾ ഞാനൊന്ന് പരിശോധിക്കണം. യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മൾ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നും പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളൊക്കെ. നമ്മുടെ മക്കൾ ജയിക്കണം നമ്മൾ ആഗ്രഹിക്കും. എന്തുകൊണ്ട്? ഈ വിശ്വാസ പരീക്ഷയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നാമതെത്താൻ, ഈ വിശ്വാസ പരീക്ഷയിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഞാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ നോട്ടങ്ങൾ, എൻ്റെ കാഴ്ചകൾ, എൻ്റെ ചിന്തകൾ, ഇതൊക്കെ ഒന്നും ചിന്തിച്ച് നോക്ക് നിങ്ങൾ. യേശു എന്നിൽ വസിക്കുന്നുണ്ടോ? യേശു എന്നിൽ വസിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ആ പ്രവൃത്തി ചെയ്യുമായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അറിയണം, ദൈവത്തെ അറിയുക, യേശുവിനെ അറിയുക, അവൻ എന്നിൽ വസിക്കുക, ദൈവം വസിക്കുന്ന ആലയമായി എൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുക. അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കും. എൻ്റെ പ്രവൃത്തികൾ എൻ്റെ വിശ്വാസത്തെ ഹനിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രവൃത്തിയോട് എനിക്ക് നോ പറയാൻ സാധിക്കണം. അഗസ്തീനോസ് പുണ്യാളൻ, തിന്മയിലും അന്ധകാരത്തിലൊക്കെ കഴിഞ്ഞ അഗസ്തീനോസ് പുണ്യാളൻ, ഒരു തരത്തിൽ പറഞ്ഞാൽ വ്യഭിചാരം പോലും ചെയ്തു നടന്ന അഗസ്തീനോസ് പുണ്യാളൻ തൻ്റെ യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ തിന്മയായതിനൊക്കെ നേരെ നോ എന്ന് പറയാൻ സാധിച്ചെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത പഴയ പ്രവൃത്തികളിലേക്ക് നോക്കിക്കൊണ്ട് അത് തിന്മയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നോ എന്ന് പറയാൻ സാധിച്ചെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വളർന്നു തുടങ്ങും. ദൈവം വസിക്കുന്ന ശരീരമായി നിങ്ങൾ രൂപാന്തരപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൻ്റെ ക്ലാസ് കേൾക്കണം. വിശ്വാസത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ ശരിയല്ലേ? നമ്മളിൽ ദൈവം വസിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്നതിന് ശേഷവും യേശുക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾ പരീക്ഷയിൽ തോറ്റ് പിന്മാറരുത്. എനിക്കിത് മാത്രമേ ഈ സന്ധ്യയിൽ നിങ്ങളോട് പറയാനുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കാലത്ത് ക്രിസ്തു മാർഗത്തെയും ക്രിസ്തു ശിഷ്യന്മാരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഓട്ടി നടന്ന ഒരു സാവൂളുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിലുമുണ്ടായിരുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ത്വര. ദൈവം ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ശൗൽ വളരെ ഗമയ്ക്ക് കുതിരപ്പുറത്തേറി ക്രിസ്തു മാർഗത്തെ നശിപ്പിക്കാനായിട്ട് ഓടി നടന്നപ്പോൾ, കുതിരപ്പുറത്തുനിന്ന് തലകുത്തി വീണപ്പോൾ, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നീ? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. അന്ന് ആ ദൈവസ്വരത്തിന് മുമ്പിൽ, ദൈവ ആവിഷ്കാരത്തിൻ്റെ മുമ്പിൽ ശൗൽ തിരിച്ചറിഞ്ഞു, ഞാൻ പൗലോസായി മാറേണ്ടവനാണ്. അവിടെ നിന്നൊട്ട് നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ദൈവസ്വരത്തിന് കാതോർത്ത് ആ ദൈവസ്വരം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറായപ്പോൾ ഈ ശൗൽ മാറ്റപ്പെട്ടവനായി അവൻ സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന, യേശുവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പൗലോസായി രൂപാന്തരപ്പെട്ടു. അവനോട് പറഞ്ഞ കാര്യങ്ങൾ, നീ അനനിയാസിൻ്റെ ഒരിക്കൽ പോയി അവൻ നിന്റെ മേൽ കൈകൾ വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ അഴിഞ്ഞു വീഴും, നീ ആത്മാവിൽ നിറഞ്ഞ് യേശുവിന് സാക്ഷിയായി തീരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓർക്കണേ, ഈ പൗലോസ് പിന്നീട് തിരിഞ്ഞു നോക്കുന്നില്ല. അവൻ്റെ കഴിഞ്ഞ മാർഗങ്ങളിലേക്ക് അവൻ നോക്കുന്നില്ല. ഇതാ വിശ്വാസം. അവൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞതിനെയെല്ലാം മറന്നു. എൻ്റെ തിന്മയായ പ്രവൃത്തികൾ, ഞാൻ കഴിഞ്ഞ കാലത്ത് ചെയ്തു കൂട്ടിയത്, ഇതെല്ലാം യേശുവിനെതിരായിരുന്നു, എൻ്റെ രക്ഷകനെതിരായിരുന്നു, അവൻ എൻ്റെ ശരീരത്തിൽ വസിക്കാനെതിരായിരുന്നു. അതുകൊണ്ട് പൗലോസ് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ മുന്നിലുള്ളതിനെ ലക്ഷ്യം വെച്ചോടുന്നു, അതാകട്ടെ യേശു ക്രിസ്തു. അവൻ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു, ഇനി ഞാൻ മറ്റൊന്നിലും ഞാൻ അഹങ്കരിക്കുകയില്ല. ഞാൻ ആകെ അഹങ്കരിക്കുന്നെങ്കിൽ അതെൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമായിരിക്കും. ഹല്ലേലൂയ. അവൻ പറഞ്ഞു ഫിലിപ്പിയ ലേഖനത്തിൽ, ഞാൻ ജീവിക്കുന്നെങ്കിൽ അതിനെയും ക്രിസ്തുവിന് വേണ്ടിയാണ്. എൻ്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് പൗലോസ് കടന്നുപോയ മേഖലകളൊക്കെ. അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് വീണു, അവൻ അടികളേറ്റു, അവൻ്റെ വസ്തുവകളൊക്കെ കൊള്ളയടിക്കപ്പെട്ടു, വേണ്ടാധീനങ്ങൾ പലരും പറഞ്ഞു വരുത്തി. ഈ മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. ദൈവാത്മാവ് അവനിൽ കുടികൊള്ളുന്നത് കൊണ്ട് ഇതിനൊക്കെ അപ്പുറമായിട്ട് ദൈവം എന്നെ സ്നേഹിക്കും, അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യം എനിക്ക് ലഭിക്കുമെന്നുള്ള ആ ബോധ്യം അവനെ വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട് അവനെ സഹായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല ഓട്ടം ഓടി വിശ്വാസം കാത്തു. നല്ല ഓട്ടം ഓടി ഞാൻ വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അത് അവൻ എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്, വിശ്വാസം കാത്തുകൊണ്ടുള്ള നന്നായി പൊരുതിയുള്ള ഒരു ഓട്ടത്തിൽ നീ ഒരിക്കലും വീണുപോകരുത്. തളർച്ച വരുമ്പോൾ നീ കാണണം ദൈവത്തെ, വീഴ്ച വരുമ്പോൾ നീ കാണണം ദൈവത്തെ. നിന്നെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർക്കണം. നിന്റെ വിശ്വാസത്തിൽ നീ ശക്തിപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നീ വീഴുകയില്ല. നീ വീഴുന്നത് ദൈവകരങ്ങളിലായിരിക്കും.
വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് നടന്ന 3 യുവാക്കൾ തീച്ചുളയിൽ കിടന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവർ ദൈവകരങ്ങളിലായിരുന്നു. സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. വിശ്വാസമുള്ളവരുടെ കൂടെ താങ്ങും തണലുമായി കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പൗലോസ് പറഞ്ഞില്ലേ റോമാലേഖനം 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ മാറ്റി നിർത്തും? ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വളരണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ മാറ്റി നിർത്തും എന്നിട്ട് പറയാം, പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ എന്തും വന്നോട്ടെ, എന്നും വന്നോട്ടെ. തുടർന്നുള്ള പൗലോസിൻ്റെ ജീവിതത്തിൽ നമ്മളതൊക്കെ കാണുക. ഇതെല്ലാം വന്നിട്ടും ആമത്തിലിട്ടപ്പോഴും പിറ്റേ ദിവസം കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകാൻ ആമത്തിലിട്ടപ്പോഴും പൗലോസും സീലാസും കൂടെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അപ്പസ്തോല പ്രവർത്തനം 16-ാമത്തെ അധ്യായത്തിൽ ആ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ആ പൗലോസിൻ്റെയും സീലാസിൻ്റെയും മുമ്പിൽ ഭൂകമ്പം ഉണ്ടായിരുന്ന തിരുവചനത്തിൽ കാണുന്നത്. നമുക്കറിയാം, ഭൂകമ്പം ഉണ്ടായ സകലത്തും തകർന്ന് താറുമാറാകും. എന്നാൽ അവിടുത്തെ ഭൂകമ്പം ഇവരെ രക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം. വാതിലുകൾ തുറക്കപ്പെട്ടു, കയ്യാമങ്ങൾ അഴിഞ്ഞു വീണു, ഇവർ പുറത്തു വന്നു. കാവൽ നിന്നവരെ പിറ്റേ ദിവസം തല്ലിക്കൊല്ലുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടനെ കുത്തിച്ചാകാനൊരുങ്ങി. പൗലോസ് പറഞ്ഞു, അവരുടെയും കൂടെ രക്ഷ കണ്ടു പൗലോസ്. രക്ഷപ്പെടുകയല്ല പൗലോസ് ചെയ്ത്, തൻ്റെ ജീവനല്ല രക്ഷം, വേറൊരാളുടെ ജീവനും കൂടെ രക്ഷിക്കുകയാണ് ധർമ്മമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് പറഞ്ഞു, അവിവേകം ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അവർ പൗലോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, ഞങ്ങൾ എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷപ്പെട്ട് ഓടാവുന്ന അവസരത്തിൽ പോലും മറ്റുള്ളവൻ്റെ രക്ഷ കൂടെ കണ്ടുകൊണ്ട് അവനെ കൂടെ രക്ഷയിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ളൊരു വിശ്വാസം നിന്നിൽ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വാസത്തിൽ ആഴപ്പെട്ടവനാണെന്ന് നിനക്ക് പറയാൻ പറ്റും. യേശുക്രിസ്തു നിന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിശ്വാസത്തിൻ്റെ തോത് ഞാനൊന്ന് അളന്നു നോക്കിക്കേ. ഞാൻ കാണുന്ന കാഴ്ച, ഞാൻ കേൾക്കുന്ന കേൾവി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നെ വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനത് വേണ്ടാന്ന് വെക്കണം. നിന്റെ പഴയ ജീവിത രീതിയിൽ നുരിത്തിരിഞ്ഞ വഞ്ചന നിറഞ്ഞ ആസക്തിയാൽ കലുഷിതനായ പഴയ മനുഷ്യൻ നിന്റെ വിശ്വാസത്തിൽ ക്ഷയിപ്പിക്കുന്നതാണെങ്കിൽ ആ മനുഷ്യനെ വലിച്ചെറിയണം. റോമാലേഖനത്തിൽ 13-ാമത്തെ അധ്യായം 11 വരെയുള്ള തിരുവചനങ്ങൾ ഈ പറഞ്ഞ ആഗസ്തീനോസിന് ഒരു വിവേകം ബുദ്ധിയും കൊടുത്തെങ്കിൽ ആ ബുദ്ധി നിന്നിൽ നിന്നറിയണം. പ്രത്യുത യേശുക്രിസ്തുവിനെ ധരിക്കുക. ആ ഒരൊറ്റ വചനം, ശക്തമായ വചനം. അന്ധകാരം കഴിഞ്ഞ് പ്രകാശം ഉദിച്ചിരിക്കുമ്പോൾ പ്രകാശത്തിന് യോജിച്ച വിധം വ്യാപരിക്കാം, തിന്മയിൽ നീ വ്യാപരിക്കരുത്. പ്രത്യുത നീ യേശുക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വചനത്തിൻ്റെ ശക്തിയിൽ യേശുവിനെ ധരിച്ചുകൊണ്ടിറങ്ങിയ ഈ ആഗസ്തീനോസ് പറഞ്ഞു, ഇനി മുതൽ ഞാനല്ല, ഞാൻ വേറൊരു വ്യക്തിയാണ്. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവിന് സ്വസ്ഥതയുണ്ടാകില്ല. നിന്നിൽ നിക്ഷേപിച്ച ദൈവസ്നേഹം, നിന്നിൽ നിക്ഷേപിച്ച ദൈവത്തെ തേടാനുള്ള അദമ്യമായ ആഗ്രഹം, അത് ഈ ആഗസ്തീനോസിൽ അന്ന് പൊട്ടിമുളച്ചു ഒരു വചനം വായലിലൂടെ അവൻ തേടി എൻ്റെ ദൈവത്തെ തേടിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കാലത്തെ സകല വഞ്ചന നിറഞ്ഞ കലുഷിതമായ എല്ലാ തിന്മ പ്രവർത്തികളും വലിച്ചെറിഞ്ഞുകൊണ്ട് ആഗസ്തീനോസ് ഇറങ്ങി തമ്പുരാന് വേണ്ടി. അവൻ ഇന്ന് വിശുദ്ധനായ ആഗസ്തീനോസായി മാറി. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രത്യാശയോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിലും നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണ്. കാരണം വിശ്വാസം എന്ന് പറയുന്ന ഒരു ദാനമാണ്. അതിനെ ഞാൻ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്, ഞാൻ അതിനെ പരിപോഷിപ്പിക്കേണ്ടതാണ്. ആ ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിനെ എവിടെ പ്രഘോഷിക്കുന്നോ അവിടെ വിശ്വാസം വർദ്ധിക്കും. അത് സ്വീകരിക്കുന്നവരിൽ യേശുക്രിസ്തു വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ രക്ഷകനും നാഥനുമായി ആരൊക്കെ സ്വീകരിക്കാൻ തയ്യാറാകുന്നുവോ അവരിലേക്ക്, അവൻ്റെ ശരീരത്തിലേക്ക് അവൻ കടന്നു വരും. അന്ന് നിന്റെ ശരീരം ദൈവം വസിക്കുന്ന ഒരാലയമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, സമറിയാക്കാരി സ്ത്രീ ആ കിണറിൻ്റെ കരയിൽ ആരും കാണാതെ ചെന്നപ്പോൾ അവളെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ യേശു തന്നെ അവളുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തു, ഞാനാണ് രക്ഷകൻ. ഈ വെളിപ്പെടുത്തൽ കിട്ടിയപ്പോൾ അവൾ അവിടെ കുടം വെച്ചിട്ട് അവളുടെ ദൈവസ്നേഹം ആളിക്കെത്തി അവൾ പട്ടണത്തിലേക്ക് ഓടി പറഞ്ഞു, ഞാൻ കണ്ടു, എൻ്റെ രക്ഷകനെ ഞാൻ കണ്ടു. മോശയുടെ ഗ്രന്ഥത്തിൽ, പ്രവാചക ഗ്രന്ഥത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നോ അവനെ കണ്ടു.
പറയാൻ സാധിക്കണം നമുക്ക്. എന്നിട്ട് പട്ടണവാസികൾ മുഴുവൻ ഒന്നാകെ ഓടി യേശുവിനെ കണ്ടു. അവനെ കാണുക മാത്രമല്ല വിശ്വസിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ അവനെ കണ്ടു ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞത്, കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. രുചിച്ചറിയുവിൻ. കർത്താവിനെ രുചിച്ചറിയണം. ഇങ്ങനെ രുചിച്ചറിയാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോഴാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അപകടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ, മരണം തന്നെ വരുമ്പോൾ പൗലോസ് പറഞ്ഞ പോലെ എനിക്കും പറയാൻ പറ്റുള്ളൂ, എന്തും വന്നുകൊള്ളട്ടെ, ഈ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ എന്തും വന്നോട്ടെ. ഈ ഒരു ബോധ്യത്തിലേക്ക് നീ എന്ന് വളരുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് ആവരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഓർക്കണം, നീയും യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു പ്രഘോഷകൻ തന്നെയാണ്. അന്ന് സമരിയാക്കാരി സ്ത്രീയിൽ നിറച്ചു കൊടുത്ത അതേ ദൈവാനുഭവം ദൈവം നിനക്കും നിറച്ചു തരുന്നുണ്ട്. ഓരോ വചന ശുശ്രൂഷയിലൂടെ, ഓരോ വിശുദ്ധ കുർബാനയിലൂടെ. നീ ഇത് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? നിനക്കും പ്രഘോഷിക്കാം യേശുവിനെ നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ. സ്നേഹമുള്ളവരെ, അതിന് വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഒരു കാലത്ത് ഞാനും യേശുവിനെ കുറിച്ച് പറയുന്നതൊക്കെ മാറി നിൽക്കുമായിരുന്നു. കാരണം അന്നെൻ്റെ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാറ്റിവെക്കണം നമ്മൾ അതിനെ പലതിനെയും. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് പ്രഘോഷിക്കാതിരിക്കാൻ പറ്റുകയില്ല. സ്നേഹമുള്ളവരെ, ഈ ആത്മാവ് കൊണ്ട് നിറയാൻ, ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയാൻ, വിശ്വാസം എന്ന പുണ്യത്തിൽ വളരാൻ നമ്മൾ ആഗ്രഹിക്കണം. ഇതൊരു ദാനമാണ്. ഈ ദാനം ദൈവം നമ്മുടെ സൃഷ്ടിയിൽ തന്നെ നമ്മളിൽ നിക്ഷേപിച്ചതാണ്. മതബോധന എന്ന് നമ്മളെ പഠിപ്പിച്ചതിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു. രക്തസ്രാവക്കാരിക്ക് എവിടുന്ന് വിശ്വാസം കിട്ടി? നമ്മൾ കാണുന്നുണ്ട്, ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ പറഞ്ഞറിഞ്ഞതായിരിക്കാം. സക്കവൂസിന് എവിടുന്ന് കിട്ടിയ വീട്ടിൽ രക്ഷ? ആരെങ്കിലും പറഞ്ഞറിഞ്ഞതായിരിക്കാം. യേശു വരുന്ന വഴിയെ അവന് ഓടി സിക്കമൂർ മരത്തിൽ കയറിയിരുന്ന് യേശുവിനെ കാണാൻ വിളിച്ചിറക്കി യേശു രക്ഷ കൊടുത്തു. അവൻ വിശ്വാസത്തിൽ വളർന്നു. ഓർക്കണേ, രക്തസ്രാവക്കാരി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന് വിചാരിച്ച് അവനോടൊപ്പം തിക്കിത്തിരക്കി വന്ന ജനക്കൂട്ടത്തിനിടയിൽ പോയി അറിയാതെ തൊട്ടെങ്കിൽ ആ തൊടലിൻ്റെ, ആ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കിയവനാ യേശു എന്ന് നീ മനസ്സിലാക്കണം. നീ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ, നീ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പം, യേശുവിനെ അനുഭവിച്ചറിയുമ്പം, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നീ അറിയണം, നിന്നെ അറിയുന്നവനാ ദൈവം. ആ ആൾക്കൂട്ടത്തിനിടയിൽ പേര് ചൊല്ലി വിളിക്കാനും മാത്രം ശക്തിയുള്ളവനാ ദൈവം എന്ന് അറിയണം. സക്കവൂസേ, നീ ഇറങ്ങി വാ. ആരാണ് എന്നെ തൊട്ടത്? രക്തസ്രാവക്കാരി വിറയലോടെ പറഞ്ഞു, ഞാൻ സുഖം പ്രാപിച്ചു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കേട്ടറിവ്, യേശുവിനെ കുറിച്ചുള്ള കേട്ടറിവ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുമെന്ന് പൗലോസ്ലീഹ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ആ ഒരു സത്യത്തിലേക്ക് ഞാനും നീ ഒക്കെ നയിക്കപ്പെടണം. കാരണം യേശുവിനെ അറിഞ്ഞ് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കും യേശുവിനെ? വിശ്വാസം കത്തിജ്വലിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണരും. ആത്മാവ് ഉണരുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. കിട്ടുന്ന മേഖലകളിലൊക്കെ ഒരാളെ ഉള്ളെങ്കിൽ ഒരാൾ, 10 ആളുള്ളെങ്കിൽ 10 ആൾ, 100 ആളുള്ളെങ്കിൽ 100 ആൾ, എണ്ണം നോക്കിയല്ല വചനം പ്രഘോഷിക്കേണ്ടത്. ദൈവശക്തി നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ വീട്ടിൽ തുടങ്ങട്ടെ വിശ്വാസ പരിശീലനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസത്തിൽ വളർത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു സംഭവം കൂടി ഓർക്കുകയാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു ധ്യാന സ്ഥലത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ധ്യാനിപ്പിരി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു സഹോദരി എൻ്റെ ഇരിക്കെ വന്നിട്ട് ഒരു മകൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ തന്നു. സാറേ, ഈ മകൻ്റെ ഫോട്ടോ ഈ അൾത്താരയിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ധ്യാന ഗുരുവിനോടൊന്ന് പറയുമോ? ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മച്ചി? എനിക്കറിഞ്ഞൂടാ. ഈ മക്കളുടെ ഇങ്ങനെയുള്ള ഫോട്ടോ കൊണ്ട് വിശുദ്ധ ബലിയിൽ കൊണ്ട് വെച്ചിട്ട് പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. അച്ഛനോട് തന്നെ ചോദിക്കണം. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് അമ്മച്ചി കാര്യം? ആ അമ്മച്ചി പറഞ്ഞു, സാറേ, ഇന്നാകെ തകർന്നു പോയി, സകലതും തകർന്നു പോയി. 40 ഏക്കറും വലിയ ബംഗ്ലാവും 3-4 വണ്ടികളും ഉള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഇന്ന് വെറും 40 സെൻറ്റും ഒരു കൊച്ചു പെരയോ ഉള്ളത്. എന്നിട്ട് അവർ ചോദിക്കുക, അത് 4 സെൻറ്റായി പോകും സാറേ. അതിനു മുമ്പ് എനിക്ക് എൻ്റെ യേശുവിനെ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവരോട് ചോദിച്ചു, എന്ത്? 3 മക്കള്, 3 പേര് ഊട്ടിയിൽ ബോർഡിങ്ങിൽ പഠിക്കുന്നു. 3 പേര് ഊട്ടിയിൽ ബോർഡിങ്ങിൽ പഠിക്കുന്നു. ആയ കാലമാണ്. ഇപ്പോൾ 10-60 വയസ്സായി അമ്മച്ചിക്ക്.
3 പേര് ഊട്ടിയിൽ പഠിച്ചു. ഞാൻ ചോദിച്ചത് എന്തേ പറ്റിയത്? ആ 3 പേർക്കും 1-ാം ക്ലാസ്സിൽ പോലും വിശ്വാസ പരിശീലനം കൊടുത്തിട്ടില്ല. ഒറ്റ ക്ലാസ്സിൽ പോലും 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ വിശ്വാസ പരിശീലനം നടത്തുന്ന സഭയുടെ ചേർന്ന് നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒറ്റ ക്ലാസ്സിൽ പോലും 3 മക്കളെയും അവർ വിട്ടില്ല. കാരണം ശനിയാഴ്ച ഞായറാഴ്ച അവധി കിട്ടുമ്പോഴല്ലേ സാറേ പിള്ളേർ വീട്ടിലൊന്ന് വരുന്നത്, ഒരു നല്ല ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അവർ ആ ഭക്ഷണത്തിൽ കൂടെ എല്ലാം ദൈവത്തെ മറന്ന് ജീവിച്ചു. അവസാനം ദൈവത്തെ അറിയാൻ വന്നപ്പോഴത്തേനും കുടുംബം മുഴുവൻ താറുമാറായി. അതുകൊണ്ട് നിനക്ക് ആയുസ്സുള്ളപ്പോൾ, നിനക്ക് ബോധ്യമുള്ളപ്പോൾ, നിനക്ക് യൗവനകാലത്ത് നീ നിൻ്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. സഭാപ്രസംഗൻ പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവയേശു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 14:1 ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. 2 ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.